ഹലോ, എല്ലാവർക്കും മിസ്നാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ രുചികരവുമായ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ പറഞ്ഞു തരാം. സത്യത്തിൽ ഇതെൻ്റെ അനിയത്തിയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾ ബിരിയാണി വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. 1.5 കിലോ ചിക്കൻ അരമണിക്കൂർ മുമ്പ് തന്നെ ഞാൻ മുളകും മഞ്ഞളും ഉപ്പും വിനാഗിരിയും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി അതിലേക്ക് ഇടാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 സവാള അരിഞ്ഞത്, 3 തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ സ്പൂൺ വീതം ഉപയോഗിക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. അത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉപയോഗിക്കുന്നത് 3 സ്പൂൺ തൈരാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അത്ര തൈര് ഉപയോഗിക്കുന്നില്ല. 2 സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ ഇതൊന്നും വഴറ്റിയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാ സാധനങ്ങളും പച്ചക്ക് തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയോ ഓയിലോ മറ്റുള്ള നെയ്കളോ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം ആരോഗ്യത്തിനും വളരെ നല്ലതാണിത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് 2 വിസിലിട്ടതിന് ശേഷം കുക്കർ ഓഫാക്കി വെക്കാം. 1.5 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി ഊറ്റി വെക്കാം. ഇനി നമുക്ക് ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി കുറച്ച് സവാള കൂടി വറുത്ത് കോരുകയാണ്. അത് നന്നായിട്ടൊന്ന് ചുവന്ന കളറാവുന്നത് വരെ വറുത്തിട്ട് അതും കോരി മാറ്റാം. അതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമുള്ളതാണ്. സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അത് നല്ലൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കത് വറുത്ത് കോരി മാറ്റാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഉള്ളിയൊക്കെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രാമ്പൂവും പട്ടയും ഏലക്കായും കൂടിയാണ് ഇടുന്നത്. ഒരു 5 ഏലക്കായ ഇട്ടിട്ടുണ്ട്. 2 വലിയ കറാമ്പട്ട ഇട്ടിട്ടുണ്ട്. 5 or 6 ഗ്രാമ്പൂവും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കൂടി അരിഞ്ഞിട്ട് ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയുടെ കളറ് മാറൊന്നും വേണ്ട. ചെറുതായിട്ടുള്ളൊരു വഴറ്റലേ ആവശ്യമുള്ളൂ. അത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് പൊട്ടുന്ന വരെ ഒന്നും വറുക്കണ്ട. ചെറിയ ഒരു വറവാവുന്നത് വരെ അരിയും ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായി ചൂടാക്കി എടുക്കുക. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലേക്ക് നമ്മൾ നെയ്യോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. വേറെ ഒരു നെയ്യും ഉപയോഗിച്ചിട്ടില്ല. അതും വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അരി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരി എടുത്ത പാത്രത്തിൻ്റെ അതേ അളവിൽ 1.5 പാത്രം വെള്ളമാണ് ഇതിലേക്ക്, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാവുന്നതാണ്. അപ്പോൾ ആ പാത്രത്തിന് ഒരു പാത്രം അരിയായിരുന്നു എടുത്തിട്ടുള്ളത്. അതിന് 1.5 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങയുടെ നീരിൻ്റെ ബാക്കി, ഒരു ചെറുനാരങ്ങ എടുത്തതിൽ പകുതിയാണ് നേരത്തെ ഉപയോഗിച്ചത്. ബാക്കി പകുതി നമ്മൾ ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് മൂടി വെക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡിയാവുന്നതാണ്. കാരണം വെള്ളം തിളച്ചിട്ടുള്ളതാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ചോറൊക്കെ നന്നായിട്ട് വിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മളിതിലേക്ക് ദമ്മിടാനാണ് പോകുന്നത്. നമ്മൾ നേരത്തെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
ബിരിയാണിയുടെ മസാലക്കൂട്ടാണ് ഈ കാണുന്നത്. ഇതിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അത്ര എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ. നേരെ പിന്നെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അതേ കുക്കറിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ ഉള്ളി ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ലെയറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ദമ്മ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. വളരെ രുചിയുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മിസ്നാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും അക്കൗണ്ട് ഉണ്ട്, അതിലും അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം, ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമാണ്, ഞാൻ വെറുതെ പറയല്ല. ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് തന്നെ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ് സ്ലോ ആക്കിയിട്ട് ഒന്ന് അടുപ്പത്ത് തന്നെ വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് തുറന്ന് നമ്മൾ വിളമ്പുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.